അപ്പൊ ഈ അഹമ്മദി എന്നുള്ളത് നമ്മുടെ നിസ്കാരത്തിന്റെ രൂപത്തിലാണ് അല്ലാഹു തആല നൽകിയത്. നിസ്കാരത്തിന്റെ പ്രധാനമായ ഘടകം ഏതാ? ഒന്ന് ഖിയാം, നിങ്ങൾക്കറിയില്ലേ? ഒന്ന് ഖിയാം, മറ്റൊന്ന് റുകൂഅ്, മറ്റൊന്ന് സുജൂദ്, മറ്റൊന്ന് തഹിയ്യ. ഇങ്ങനെ ഇങ്ങനെ 4 കാര്യമാണ് നിസ്കാരത്തിന്റെ പ്രധാനമായ ഘടകം. എന്നാൽ അഹമ്മദി എന്ന് പറഞ്ഞ അലീഫ് നമ്മുടെ നൃത്തത്തിലുള്ള ഖിയാം പോലെ, അല്ലെങ്കിൽ ഉറക്കു നോക്കല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ നിസ്കാരത്തിലുള്ള ഖിയാം അഹമ്മദിലുള്ള അലിഫ് പോലെ. അഹമ്മദിനെ കുറിച്ചൊക്കെ ഞാൻ നന്നായി ഒരു മഴ പറയലുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ കഴിയില്ല, കുറച്ച് ആളുകളോ. അഹമ്മദിലുള്ള ഹംസ നമ്മുടെ നിസ്കാരത്തിലുള്ള ഖിയാം, അഹമ്മദിലുള്ള ഹാ പോലെ എന്നതുപോലെ തന്നെ അഹമ്മദിലുള്ള മീമ് സുജൂദ് പോലെ, അഹമ്മദിലുള്ള ദാല് അത്തഹിയാത്ത് പോലെ. അപ്പം മനുഷ്യൻ അള്ളാന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശതമാനം കുറഞ്ഞവര് മനുഷ്യനാണ്. അതേ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠയുള്ളതും മനുഷ്യനാണ്. അങ്ങനത്തെ മനുഷ്യനെ ആരംഭ റസൂലിന്റെ പേരാകുന്ന മുഹമ്മദി എന്നുള്ള പേരിൽ മനുഷ്യനെ പടച്ചു. എന്നിട്ട് ഈ ഉമ്മത്ത് മുഹമ്മദിയക്ക് അല്ലാഹു തആല ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയപ്പോൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നന്നായിട്ട് കൊടുത്ത സമ്മാനമാണ് നിസ്കാരം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 50 നിസ്കാരമല്ലേ കൊടുത്ത്? അല്ല, നിങ്ങൾക്ക് ആ കഥയല്ലേ അറിയില്ലപ്പ? ഇരു മുലാമാറും ഉണ്ടാവൂലേ? 50 നിസ്കാരല്ലേ എന്നാ കൊടുത്തത്? 50 വക്ത് നിസ്കാരാ അല്ല, ഒരു വക്തിന് 10 നിസ്കാരാ. എങ്ങനെയാ അതിന്റെ മസാല? ഓതുമ്പോ പണ്ട് ഓർമ്മ ഇങ്ങനെ മുട്ടി ഓർഞ്ഞിട്ട് ഇഷ്കാലെല്ലാം ആക്കിയിട്ട് ഉറക്കൊഴിഞ്ഞിട്ട് പഠിച്ചതാണ്. അതല്ലേ ഈ ഓർമ്മ? ഓതാതെ പഠിച്ചതല്ല, ഓതി പഠിച്ചതാണ്. അപ്പൊ നമ്മൾ ഇഷ്കാലാക്കി. അപ്പൊ ഈ 50 നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പിന്നെ 50 സമയം ളുഹ്റ്, പിന്നെ അതിന് ശേഷം ഒരു സമയം, പിന്നെ അതിന് ശേഷം സമയം, അങ്ങനെ 50 വഖത്താണോ എല്ലാ ളുഹ്റ്, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി എന്നുള്ള ഈ 5 വഖത്തിൽ 10 നിസ്കാരമാണോ? ഓരോ വഖത്തിലും 10 നിസ്കാരം. അങ്ങനെ 50 വഖത്തിലല്ല. അപ്പൊ ളുഹ്ർക്ക് 10, അസ്ർക്ക് 10, മഗ്രിബിന് 10, ഇശാക്ക് 10, സുബ്ഹിക്ക് 10. അപ്പൊ നിസ്കാരം എണ്ണുമ്പോ എണ്ണുന്നുണ്ട്. നമ്മ അത്രയല്ല ആളുള്ളൂ. ഇപ്പൊ ഒരു കിതാബ് ഒരു പോലെ ഉള്ളൂ. പണ്ടേ തന്റെ അല്ല എവിടുന്ന നമ്മള് സാധാരണ എണ്ണലി? 100 അസ്ർ മഗ്രിബ് ഇശാ സുബ്ഹി എന്നാണോ? അല്ല, സുബ്ഹി 100 മഗ്രിബ് ഇശാ എന്നാണോ? ഭൂമിയിൽ ആദ്യം വെളിവായ നിസ്കാരം 100 നിസ്കാരമാണ്. അപ്പൊ ലഹറയിൽ നിന്ന് പോയതാണ് ളുഹ്റ്. അപ്പൊ ളുഹ്റ്, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി തിരിഞ്ഞ. ഇനിയിപ്പോ നമ്മളെ ദിവസങ്ങളിൽ എണ്ണുന്നത് എവിടെ നിന്നാണ്? ദിവസങ്ങളെ നമ്മൾ എണ്ണുമ്പോ സാധാരണ എണ്ണുക ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, അങ്ങനെയാണോ? ശനി മുതലാണോ എണ്ണുക? അല്ല, ഞായർ മുതലാണോ എണ്ണുക? ശനി മുതലാണോ? അതാണ് ബലപ്പെട്ട അഭിപ്രായം. ശനി 1, ഞായർ 2, തിങ്കൾ 3, ചൊവ്വ 4, ബുധൻ 5, വ്യാഴം 6, 7. അങ്ങനെയെല്ലാം കൂടിയിട്ട് ഈ സമ്മാനവുമായി ഓരോ വക്തിലും 10 നിസ്കാരം എന്ന രൂപത്തിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതാക്കി വാങ്ങിയിട്ട് വരുമ്പം വയ്ക്കുന്ന മൂസനെ കണ്ടു. മൂസ എന്ന് പറഞ്ഞ കല്ലിക്കുണ്ടി മൂസയല്ല, മൂസ നബി അലൈഹിസ്സലാം. പണ്ടെന്റെ അടുത്തൊരു കല്ലിക്കുണ്ടി മൂസ ഓതി. അപ്പൊ കല്ലിക്കുണ്ടി മൂസയല്ല, മൂസ നബി അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാമിനെ കണ്ടു. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ല, നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടെല്ലാം കൂടെ വരുമ്പോ മൂസ നബിയും അല്ലാഹുവായിട്ട് സംസാരിച്ച ആളാണല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താന്ന് കിട്ടി? അപ്പം ഒരു വഖ്തില് 10 നിസ്കാരം എന്ന രൂപത്തിൽ 50 നിസ്കാരം. അതൊന്നും നിന്റെ ഉമ്മത്തിന് ആവൂല. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പോയിട്ട് മടക്കി ചോദിക്കാന്നാലും നോക്ക്. അപ്പൊ മൂസ നബിക്കും നമ്മളോട് ഖേദം തന്നെ. എന്നിട്ട് അള്ളാന്റെ റസൂലിന് മടങ്ങി പോകാൻ ഇഷ്ടമില്ല. പോയിക്കോ, ഞാനല്ലേ പറയുന്നത്. അങ്ങനെയെല്ലാം കൂടെ പോയിട്ടെല്ലാം കൂടെ 5 45
പിന്നെയും മൂസ പറഞ്ഞു 45 കൈയില്ല, പിന്നെയും ചുരുക്കി, പിന്നെ 40 ആക്കി, പിന്നെ 40 പോയിട്ട് 35 ആക്കി, 35 പോയിട്ട് 30 ആക്കി, 30 പോയിട്ട് 25 ആക്കി, 25 പോയിട്ട് പിന്നെ 20 ആക്കി, 20 പോയിട്ട് 15 ആക്കി, 15 പോയിട്ട് 10 ആക്കി, 10 ആക്കിയിട്ട് പിന്നെ എല്ലാം കൂടെ 5 ആക്കി. എന്നിട്ട് പറഞ്ഞ് 5ഉം കയ്യില്ലാന്ന് പറഞ്ഞു. വളരെ ശരിയല്ലേ, 5ഉം കയ്യില്ലാന്നല്ലേ പറയുന്നത്. ഞാനിപ്പോ